ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങി ഏതാണ്ട് 150-200ഓളം കൊല്ലത്തോളം ബ്രിട്ടൻ്റെ ആധിപത്യമായിരുന്നു ലോകത്ത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രിട്ടൻ്റെ പഴയ പ്രതാപകാലത്തേക്ക് ഒന്ന് മടങ്ങിപ്പോയാലോ? ഇപ്പോൾ ബ്രിട്ടനിൽ ഭരിക്കുന്നത് വിക്ടോറിയ രാജ്ഞിയാണ്. ആ കാലഘട്ടം അതാണ് വണ്ടർസ്കേപ്സ് നിങ്ങളെ കാണിക്കുന്ന തവണ. അപ്പോൾ കണ്ടു നോക്കല്ലേ വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലത്തുള്ള ബ്രിട്ടൻ എങ്ങനെയുണ്ട് എന്നുള്ളത്. വരൂ. ബ്ലിസ് ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള വിക്ടോറിയൻ ടൗണിൽ എത്തിയിരിക്കുന്നു. വിക്ടോറിയൻ ടൗൺ എന്നൊക്കെ പറയുവെച്ചാലും ഇതൊരു ഓപ്പൺ എയർ മ്യൂസിയമാണ്. പണ്ടത്തെ കാലത്തെ ജീവിതശൈലികളും അവിടുത്തെ ആൾക്കാരുടെ വസ്ത്രധാരണം, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എന്തൊക്കെ ഷോപ്സാണ് ഉണ്ടായിരുന്നത്, അതൊക്കെ ഇന്നത്തെ ആൾക്കാർക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണത്. ഒരു ശരിക്കും നമുക്ക് കാലത്തിന് പിറകോട്ട് സഞ്ചരിച്ച ഒരു ഫീല് കിട്ടാൻ പറ്റുന്ന തരത്തിലാണ് അവരിത് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ബ്ലിസ്റ്റ് ഹിൽസ് എന്ന് പറഞ്ഞ ഒരു ഹില്ലാണ്, പേര് സൂചിപ്പിക്കുന്ന പോലെ. ഇവിടെ പണ്ട് കുറേ കോൾ മൈൻസും ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ പറഞ്ഞ 1700 മുതൽ ഒരു എനിക്ക് തോന്നുന്നു 1900s വരെ ഇവിടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സെൻ്റർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇൻഡസ്ട്രി ഒക്കെ മെല്ലെ മെല്ലെ മോശമായി പോയപ്പോഴേക്കും അവർ അതിനെ സംരക്ഷിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഒരു മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. ഐ തിങ്ക് 1973 ഇതൊരു ഓപ്പൺ എയർ മ്യൂസിയം ആക്കിയത്. വായിച്ചപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. Morning, sir. How are you? I'm extremely well. How are you? Very good. And where are you from, sir? I'm from Liverpool. Oh, good heavens, the busiest port in the world. Yes. Isn't that marvellous? Absolutely marvellous. I know what you've done. You've come down here for a bit of a rest and relaxation. Absolutely. We'll enjoy. Now, just remember while you're here, sir, no dashing about. We've got a saying round here, when the Lord made time, he made plenty of it. Just take it nice and steady. Thank you. Steady as you go, young man. Morning, man. അപ്പോൾ ഈ ടൗണിലെ ബാങ്കാണ് കേട്ടോ ഇത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇതവിടെ പൈസ ഇട്ട് വയ്ക്കാനുള്ള പെട്ടിയാവുണ്ട്. ഷില്ലിങ്, ഫ്ലോറിൻ, ഹാഫ് ക്രൗൺ, 6 pence, 4 pence, 3 pence എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പഴയ കാലത്ത് ഒരു ലോർഡ്സ് ബാങ്കിൻ്റെ ബ്രാഞ്ച് അവരിവിടെ കൊണ്ടുവന്ന് റീബിൽഡ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. കോയിൻസ് ഉണ്ട് ആക്ച്വലി ഇവരുടെ. നമ്മളിപ്പോഴത്തെ പൈസ കൊടുക്കുകയെന്ന് വെച്ചാൽ പഴയ കാലത്തെ പൈസ അവർക്ക് തരും. പണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പണക്കാരായ ആൾക്കാർക്ക് മാത്രമേ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കണം, പൈസ ഉണ്ടാവുള്ളൂ കയ്യിൽ. പാവപ്പെട്ടവർക്കൊക്കെ അന്നന്നത്തെ കൂലിയൊക്കെ കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ തന്നെ അവർ പോസ്റ്റ് ഓഫീസിലത്രേ വല്ലതും ഉണ്ടെങ്കിൽ സേവിങ്സ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ടെല്ലർ നമുക്ക് പറഞ്ഞു തന്നു. അന്നത്തെ ബാങ്കിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അന്നത്തെ സൈക്കിൾ ഷോപ്പാണ്. റോയൽ എൻഫീൽഡിൻ്റെ 12 ഗിനി, ഹെർക്യുലസിൻ്റെ ഡേഴ്സ്ലി കേട്ടിട്ടില്ല ഞാൻ. ആ വലിയ വീലുള്ള ചെറിയ വീലുള്ള അങ്ങനത്തെ സൈക്കിളുണ്ടോ? അവിടെ ഒരു കുട്ടി സൈക്കിളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പുണ്ട്. അതിലെന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് ഒരു കടയിൽ അവർ സാധനങ്ങൾ സൂക്ഷിക്കുകയും ഇത് വെച്ച് കണ്ടോ. ഒക്കെ ക്യാൻസിലാണ്. പിന്നെ കവേഴ്സൊക്കെ പേപ്പർ കവേഴ്സാണ്. തൂക്കി നോക്കാൻ ഇവിടെ ത്രാസുകളുണ്ട്. പിന്നെ ചില സാധനങ്ങളൊക്കെ നമ്മളെ ഭരണിയിൽ സൂക്ഷിക്കുന്ന പോലെ ഭരണിയിൽ വെച്ചിട്ടുണ്ട്.
ചായപ്പൊടിയൊക്കെ നോക്കൂ, നാട്ടിലൊക്കെ പഴയ പലചരക്ക് കടയിൽ നമുക്ക് കവറിലാക്കിയിട്ടല്ലേ ചായപ്പൊടി തരിക, അതുപോലെ ചായപ്പൊടി ഇവിടെ പേപ്പർ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ ആക്ച്വലി ഒരു മെഷറിങ് യൂണിറ്റ് ആണെന്നാണ് മനസ്സിലായത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചായപ്പൊടിയോ വാങ്ങേണ്ടത് വിചാരിക്കും, അപ്പോൾ ചായപ്പൊടിയുടെ കവർ ഇതിൽ വെക്കും, എന്നിട്ട് അതിൽ നിറയ്ക്കും അവർ സാധനം, എന്നിട്ട് ആ കവർ എടുത്തു കഴിഞ്ഞാൽ കൃത്യം എത്രയാണോ, ഇതിപ്പോൾ എത്ര മെഷർമെൻ്റ് എനിക്കറിയില്ല, അത് സുഖമായിട്ട് മെഷർ ചെയ്തെടുക്കാം. അതിനുള്ള ഒരു ഈസി മെത്തേഡാണ്. പല പല മെഷർമെൻറ്റിലുണ്ട്. പല്ലുവേദന തന്നെ പറഞ്ഞില്ലേ, ഡെന്റിസ്റ്റ് ഉണ്ട്, പോയി കണ്ടാലോ. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ കയറുകയാണ്. ആ നല്ല വാസന. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു ടിപ്പിക്കൽ കെമിസ്റ്റ് ഷോപ്പാണ് ഇവിടെ. പാവങ്ങൾക്ക് ഡോക്ടറെ കാണാനുള്ള ഇതൊന്നുമില്ല, കാരണം ഡോക്ടറെ കാണാൻ പൈസ കൊടുക്കണം, പക്ഷേ കെമിസ്റ്റിനെ കാണാൻ പൈസ കൊടുക്കണ്ട. അപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള മരുന്ന് കെമിസ്റ്റ് കൊടുക്കും അവർക്ക്. ഓരോ സാധനങ്ങളും വെക്കണേന് ഒരു കണക്കുണ്ട്. ആ ഷെൽഫിൽ അങ്ങേ അറ്റത്തെ ഫുൾ ബോട്ടിൽസ് ലിക്വിഡാണ്, ഇങ്ങേ അറ്റത്തെ ഫുൾ പൗഡേഴ്സാണ്, നടുവിലൊരു ഷെൽഫിൽ പൂട്ടി വെച്ചിരിക്കുന്ന പോയ്സണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ അപ്പുറത്ത് ഡെന്റിസ്റ്റിന് ഉള്ള ഒരു ഇതുണ്ട്, ഡെന്റിസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരുള്ളൂ. ഇപ്പുറത്തെ ഒപ്താലമോളജിസ്റ്റിനുള്ള കണ്ണ് കാണിക്കണമെങ്കിൽ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അവിടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ബുക്ക് ഉണ്ട്, അതിൽ നോക്കിയിട്ടാണ് അവർ മരുന്ന് ഏതാ വേണ്ടതെന്നൊക്കെ കൊടുക്കുക കെമിസ്റ്റ്. അപ്പോൾ ഈ ഓപ്പൺ എയർ മ്യൂസിയം അവരൊരു സിറ്റി പോലെ ഒരു ടൗൺ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പല ഷോപ്സും ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കാണാം, പ്രൊവിഷൻസ് ഷോപ്പ്, ഗ്രോസറി ഷോപ്പ്, ബേക്കറി ഉണ്ട്, ചില ഇന്നുണ്ട്, പബ്ബുണ്ട്, ഡ്രസ്സ് വിൽക്കുന്ന കട. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് നല്ല നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു വ്യൂ, നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ ഇതിൻ്റെ ആൾക്കാർ പല വേഷമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്, അന്നത്തെ ഡ്രസ്സൊക്കെ ചെയ്ത് ഓരോ ഷോപ്പിൽ കയറുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മനസ്സിലാക്കി തരുന്നുണ്ട് അന്ന് എന്തൊക്കെയാണ് ഷോപ്പിലുള്ളത്, എന്തൊക്കെയാണ് അവർ ചെയ്യണത്. അപ്പോൾ നല്ലൊരു ഐഡിയ കിട്ടും. എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ, ഈ പഠിക്കാനുള്ള കുട്ടികൾക്കും അവർക്കൊക്കെ ആ വിക്ടോറിയൻ കാലഘട്ടം ലേറ്റ് 1800s അല്ലെങ്കിൽ ഏർലി 1900s എന്തായിരുന്നു ഒരു ചെറിയൊരു ടൗണിൽ നടന്നിരുന്നുള്ളതിന് നല്ലൊരു വ്യൂ ആണ് ഈ മ്യൂസിയം. നമുക്കിനി ഇതിൻ്റെ കുറേ ഒന്ന് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. ഇനി ദേ പോസ്റ്റ് ഓഫീസ്, നമുക്ക് അതൊന്ന് പോയി നോക്കാം എന്താ ഉള്ളതെന്ന് അവിടെ. നല്ല തിരക്കാട്ടോ പോസ്റ്റ് ഓഫീസിൽ. ആക്ഷൻ പാക്ട്. മിഠായി കടയിൽ കയറി നോക്കിയാലോ, എന്തൊക്കെ മധുരം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നോക്കാം. അപ്പോൾ ഈ ബ്ലിറ്റ്സ് ഹിൽ ഓപ്പൺ എയർ മ്യൂസിയത്തിന് 3 മെയിൻ പാർട്സാണ്. ഒന്ന് അവിടുത്തെ ആ ടൗൺ ലൈഫിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സെക്ഷൻ, പിന്നെ ഇൻഡസ്ട്രീസിനെ പ്രതിനിധീകരിക്കുന്ന വേറൊരു സെക്ഷൻ, പിന്നെ ഉള്ളത് നേച്ചർ ഒക്കെ ആയിട്ടുള്ള ഒരു സെക്ഷൻ. നമ്മളിങ്ങനെ നടന്ന് ടൗണിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുള്ളൂ. ഈ ബാക്കി സെക്ഷനൊക്കെ കാണാനുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. എല്ലാം അത് കുറേ ഷോപ്സിൽ കയറി ചില സ്ഥലത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി, അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഇതുവരെ അല്ലേ. അടിപൊളി, നല്ലതാണ്. പിന്നെ എന്താ വെച്ചാൽ അവർ കുറച്ച് അവരുടെ പ്രൊമോഷൻ നമുക്ക് സാധനങ്ങൾ മേടിക്കാം. കൺഫെക്ഷണറി ഷോപ്പിൽ നമുക്ക് സ്വീറ്റ്സ് മേടിക്കാം. പോസ്റ്റ് ഓഫീസിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഡോഗ് ലൈസൻസ് മേടിക്കാം. അതുപോലെ ഫോട്ടോഗ്രാഫറിൻ്റെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം പഴയ സ്റ്റൈലിൽ. അപ്പോൾ ഒരു മിക്സ് ഓഫ് കൊമേഴ്ഷ്യൽ പ്ലസ് ഒരു എൻജോയ്മെൻറ്റും പ്ലസ് പഠിക്കാനും ഇൻഫോർമേഷനും പഠിക്കാനും ആയിട്ടുള്ള ഒരു നല്ലൊരു ഇതാണ്. ഇങ്ങനെ ലൈവായിട്ട് വേണം ശരിക്കും. രസകരമായ ഒരു സംഭവത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതിന് ഹേ ഇൻക്ലൈൻ എന്നാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു സ്ലോപ്പായിട്ട് താഴത്തേക്ക് പോകുന്ന റെയിലാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഈ സ്ഥലത്തിൻ്റെ അങ്ങേപ്പുറത്തൊരു കനാലുണ്ട്.
കനാലിൽ കൂടെ അവർ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ ഇതിൻ്റെ അങ്ങേ അറ്റത്ത് സെവോൺ നദിയാണ്. അപ്പോൾ ആ കനാലിൽ നിന്ന് നദിയിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പപ്പണിയാണ്. അപ്പോൾ ഒരു ബോട്ടിൽ കനാലിലെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ആ അറ്റത്തുനിന്ന് ഈ ഇൻക്ലൈനിൻ്റെ അല്ലെങ്കിൽ ആ റെയിൽവേ ബോഗിന്നോ എന്താ പറയേണ്ടത് വെച്ചാൽ അതിലേക്ക് കയറ്റും. എന്നിട്ട് അത് താഴത്തേക്ക് അവർ കടത്തി വിടും. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് വേറൊരു ഇതിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് ബോട്ടിലേക്ക് എവിടേക്കാ വെച്ചാൽ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു സൂത്രപ്പണിയായിരുന്നു ഇത്. അപ്പോൾ രണ്ട് ട്രാക്ക് ഉണ്ടല്ലോ, രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വെയിറ്റ് കാരണം താഴത്തേക്ക് പോകുമ്പോൾ റോപ്പ് മറ്റേ സൈഡിൽ തന്നെ ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് വരുമ്പോൾ എം ടി ആയിട്ടുള്ള ഖാലി ആയിട്ടുള്ള ടബ് മുകളിലേക്ക് വരും. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ഇൻജീനിയസ് ഡിസൈനായിരുന്നു. ഏതൊരു കോമ്പറ്റീഷൻ നടത്തിയിട്ട് ആരോ ഒരു സയൻറ്റിസ്റ്റുമാർ കണ്ടുപിടിച്ചൊരിതാണ്. 1793 ചെയ്തത്. ഇതേപോലെ എനിക്ക് തോന്നുന്നു ഷോപ്പ്ഷയറിൽ 5 എണ്ണം കൂടിയും ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അന്നത്തെ ഒരു നാവിഗേഷനാണ്. എങ്ങനെ ആൾക്കാർ ബുദ്ധി യൂസ് ചെയ്ത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താനും വെയിറ്റുള്ള സാധനത്തിന് മുകളിലേക്ക് താഴത്തേക്ക് അതും കൂടി എങ്ങനെ യൂസ് ചെയ്തെന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഭയങ്കര യുണീക്കാണ്, അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാട്ടോ. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് ദൂരം നമുക്ക് ഇങ്ങനെ ആ സ്ലോപ്പിലേക്ക് കൂടെ ഇറങ്ങിയിട്ട് ഇനി വില്ലേജിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണാൻ പോവാം. പിന്നിൽ കാണുന്നത് അന്നത്തെ കാലത്തെ ഒരു മൈനേഴ്സ് ഹട്ട്. ഇവിടെ കോൾ മൈൻസ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഏറ്റവും അധികം ആൾക്കാരും മൈനിങ് അങ്ങനത്തെ ജോലികളിലാണ് ഏർപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ളവരുടെ വീടാണിത്. അപ്പോൾ ചെറിയൊരു വീട്, നമ്മുടെ നാട്ടിലൊക്കെ കുടിലെന്ന് പറയുന്ന ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഉള്ളിൽ ചെറിയൊരു ഡ്രോയിങ് കം സിറ്റിംഗ് റൂമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു സ്റ്റോർ റൂം, പാൻട്രി ഉണ്ട്. പിന്നെ ഒരു ബെഡ്റൂം, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിൽ തന്നെ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ചെറിയ സ്ഥലത്ത് വേണം അവർ ഒതുങ്ങിക്കൂടാൻ. ഇത് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നതല്ല കേട്ടോ, വേറൊരു സ്ഥലത്ത് ഇത് ഉണ്ടായിരുന്ന ഒരു വീട് അവർ ബ്രിക്ക് ബൈ ബ്രിക്ക് ഇവിടെ കൊണ്ടുവന്ന് റീബിൽഡ് ചെയ്തതാണ്. ഒരു 19 വയസ്സായ ഒരു സ്ത്രീ അതിൽ താമസിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേറൊരു വീട് കൊടുത്തിട്ട് ഈ മ്യൂസിയത്തിൻ്റെ ആൾക്കാർ ആ വീട് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ കാലത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതൊക്കെ നന്നായിട്ട് മനസ്സിലാവും. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എത്ര ബുദ്ധിമുട്ടിയാണ് ആൾക്കാർ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് ആൾക്കാർ പറയല്ല, നമുക്ക് അനുഭവിച്ചറിയാം. ഇത് 1900s ഒരു ക്ലാസ് റൂമാണ്. ഈ സ്കൂള് ഇവിടെ ഉണ്ടായിരുന്നതല്ല കേട്ടോ, വേറൊരു സ്ഥലത്തുനിന്ന് അവർ കൊണ്ടുവന്നിട്ട് റീബിൽഡ് ചെയ്താണ് ബ്രിക്ക് ബൈ ബ്രിക്ക്. അഗെയിൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് അന്നത്തെ ഒരു ക്ലാസ് റൂം എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്കൂൾ എങ്ങനെ ഉണ്ടാവും എന്ന്. ബെഞ്ചസ് ഉണ്ട്, ഡെസ്ക് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ബോർഡ് ഉണ്ട്, പിന്നെ അവിടെ അബാക്കസ് ഉണ്ട്, പിന്നെ സൈഡ്സ് കുറേ ചാർട്ട്, ടേബിൾസ്, ടൈംസ് ടേബിൾസ് എഴുതി വെച്ചിട്ടുണ്ട്. 8ൻ്റെ ആളുണ്ട്. പിന്നെ അവിടെ പൈസ, മണിയുടെ ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ടീച്ചറുടെ ടേബിളിൽ ഒരു പെന്ന്, മഷിക്കുപ്പിയുണ്ട്. അതേപോലെ നല്ല വികൃതി കാണിക്കണവരടിക്കാൻ വടിയുണ്ട്. അപ്പോൾ അത്യാവശ്യം പണിഷ്മെൻറ്റൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റണ അല്ലെങ്കിൽ എല്ലാവരും ചെയ്തിരുന്ന ഒരു കാര്യമല്ല. കാരണം വേജസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വീട്ടിലെ ദൈനംദിന കാര്യങ്ങൾ നടക്കാൻ തന്നെ കുട്ടികളെ കൂടി മൈനിലും അതേമാതിരി ക്ലേ മൈൻസ്, കോൾ മൈൻസ് അങ്ങനെയുള്ളതിലൊക്കെ പറഞ്ഞു വിട്ടാലേ ഒരു ഫാമിലിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എങ്കിലും ഇതുപോലത്തെ സ്കൂൾസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ. ഈ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു, അല്ലെങ്കിൽ ജോലിക്കാരനായിരുന്നു ബ്ലാക്ക് സ്മിത്ത്. ഞാൻ വായിച്ചിരിക്കുന്ന ഇവിടെ ആക്ച്വലി ഒരാൾ ഇരുന്ന് നമുക്ക് ഡെമോൺസ്ട്രേഷനൊക്കെ കാണിക്കും എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ആരെയും കാണുന്നില്ല. നല്ല രസമാട്ടോ ഇവിടെ അങ്ങേര് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അവർ. അൺഫോർച്ചുനേറ്റ്ലി അയാളില്ല, അല്ലെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് കാണാമായിരുന്നു. പക്ഷെ എങ്കിലും
ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിരുന്നു. ഇയാളില്ലെങ്കിൽ പല വീടുകളും പല ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ നമ്മളൊരു മെഴുക് നിർമ്മാണശാലയിലാണ് നിൽക്കുന്നത്. അവരിവിടെ മെഴുകുതിരി ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി നൂല് മുറിച്ച പാകത്തിന് മുറിച്ച് ഇതാക്കി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ട്. എന്തോ കണക്കുണ്ടാവുന്നുണ്ട്. മുക്കി അപ്പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി തണുപ്പിക്കും. ഓക്കെ. ഒരു വർക്കിംഗ് പ്രസ്സാണ് കേട്ടോ, പ്രിൻറ്റിങ് പ്രസ്. അപ്പോൾ അവിടെ ഒരു പ്രിൻ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് മുമ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഓർഡർ കൊടുത്തു, ഇന്ന മാതൃകയിൽ എന്താ കവറ് പ്രിൻ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് പ്രിൻറ്റിൻ്റെ പ്രോസസ്സ്, കമ്പോസിഷൻ എങ്ങനെ ചെയ്യുക, ലെറ്റേഴ്സ് എങ്ങനെ വെക്കണം, എത്ര ഗ്യാപ്പ് വേണം, എന്തൊക്കെയാണ് വേണ്ടത്, കളർ പ്രിൻറ്റിങ് ആണെങ്കിൽ എത്ര പൈസ വരും, അല്ലെങ്കിൽ അതിൻ്റെ സെറ്റപ്പ് എന്താണെന്നൊക്കെ. അങ്ങനെ നല്ല രസമാണ്. ഇത് ഇപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന മെഷീൻ 1800s സെമി ഓട്ടോമാറ്റിക്കാണ്. എന്താ പറയുക, പ്രിൻറ്റിംഗ് ഒക്കെ അത് ചെയ്യും, പക്ഷെ നമ്മൾ ഓഫ് കോഴ്സ് പെഡലോണ്ട് പവർ ചെയ്യണം അതിന്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്ന ബ്ലിസ്സിലെ ബ്ലാസ്റ്റ് ഫർണസ് ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും കണ്ടു വേറെ അയൺ ഫേർണസ്. അപ്പോൾ അതുപോലത്തുള്ളൊരു ഫേർണസാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്ത് നല്ല ഇതായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഭവം ഇപ്പോൾ ഇതാ അനാഥപ്രദം പോലെ, അല്ലെങ്കിൽ ആ കാലഘട്ടം മാറിയതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അങ്ങനെ ഒരു മ്യൂസിയം പീസായിട്ട്. അതെ, നമുക്ക് പഴയ കാലത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെ അവശേഷിച്ച് നിൽക്കണം. ഇങ്ങനെ കുറേ എക്സിബിറ്റ്സ് ഉണ്ട് കേട്ടോ, കുറേ വർക്ക്ഷോപ്സും മെഷീൻസ്, ടർബൈൻസ്, എൻജിൻസ് ഈ മ്യൂസിയത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നല്ല രസം നമ്മുടെ വന്നു കഴിഞ്ഞാൽ. ആക്ച്വലി ബ്ലിസ് ഹിൽ മ്യൂസിയം കാണാം, വിക്ടോറിയൻ സ്റ്റൈൽ ടൗൺ തീംഡ് മ്യൂസിയം ആണ് എന്നൊക്കെ പറഞ്ഞു വെച്ചാലും നമ്മൾ ഓരോ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടല്ലേ വരിക. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് എന്ത് നന്നായി ഇവിടെ വന്നത് തോന്നി. കാരണം ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. സാധാരണ നമ്മളൊരു മ്യൂസിയത്തിൽ പോവുക, ആ സാധനങ്ങൾ കാണും, വായിക്കും, പറയും, കുറച്ച് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് കാണും, തിരിച്ചു വരും. ഇതങ്ങനെയല്ല, ശരിക്കും നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിക്കണ പോലെ ഒരു ഫീലാണ്. അപ്പോൾ അത് ശരിക്കും വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു ഇത് തന്നെയാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. യെസ്, ഡെഫിനറ്റ്ലി. അയൺ ബ്രിഡ്ജും കോൾബ്രൂക്ക്ഡെയിൽ ഭാഗത്തുള്ള ഞങ്ങളെ വീക്കെൻഡ് ട്രിപ്പും വളരെ എൻജോയ് ചെയ്തു. ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെവല്യൂഷന് കൊണ്ടുവന്ന് വന്ന ഒരു സ്ഥലമാണെന്ന് എനിക്കും അറിയണ്ടാറില്ല കേട്ടോ. ഇതിനെപ്പറ്റി വായിച്ചപ്പോഴും ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ പറ്റിയിട്ടുള്ള കുറേ ഇൻഫോർമേഷനും കാര്യങ്ങളും മനസ്സിലായത്. എൻജോയ് ചെയ്തു, മനസ്സിലാക്കാൻ പറ്റി, പഠിക്കാൻ പറ്റി. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കത് കാണിക്കാനും പറ്റി. അതെ, ഞങ്ങൾ കഴിയുന്നത്ര കവർ ചെയ്ത് കഴിയുന്നത്ര ഇതാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് വീഡിയോ ആകുമ്പോൾ അതിൻ്റേതായ പരിമിതി ഉണ്ട്. നമുക്ക് ഞങ്ങളിപ്പോൾ 5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. ആ 5 മണിക്കൂർ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്നിപ്പറ്റേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ സൈറ്റ് ഉണ്ട്. സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലോഗ് നിങ്ങൾക്ക് വായിക്കാം, ചിത്രങ്ങൾ കാണാം. കുറേയും കൂടി വിശദമായിട്ട് ഈ എക്സ്പീരിയൻസിനെ ഞങ്ങൾ അവിടെ ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും ആ ബ്ലോഗ് വായിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയ, ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം പറയുക. അപ്പോൾ അടുത്തതാണ് വേറെ ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.